കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇവിടെ എല്ലാവരും ഭയങ്കര ബിസി ആട്ടോ. വാട ഡൂഡു ഡൂഡു ഡൂഡു. ഹലോ കൂട്ടുകാരെ, ഓണാശംസകൾ പറ. ഹലോ കൂട്ടുകാരെ, ഓണാശം. ഓണാശം. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോളുക. അപ്പൊ കൂട്ടുകാരെ, ഇപ്പൊ സമയം രാവിലെ 8 മണിയായിട്ട് ഇപ്പൊ ആട്ടോ ഇവിടെ അത്തപ്പൂക്കൾ ഇടുന്ന. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാലിന് വയ്യ. അപ്പോൾ ഇച്ചയും ഡൂഡും തന്നെയാണ് പൂ ഒരുക്കുന്നതും കാര്യങ്ങളൊക്കെ. മമ്മിയും കുഞ്ഞേച്ചി അടുക്കള കാര്യം. അപ്പൊ കുഞ്ഞും കൂടെ ഉള്ളത് കാരണം എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ 8 മണിക്കാണ് കൂടുന്നത്. ഇപ്പൊ കൂട്ടുകാരെ, ഇച്ചാച്ചിയും മോനും കൂടി അവിടെ ഇരുന്നിട്ട് അത്തത്തിനുള്ള ഡിസൈൻ വരയ്ക്കും കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഫസ്റ്റത്തെ പൂ നമ്മൾ ഇടുക കേട്ടോ. റോസ് കുങ്ങിണിപ്പൂ കേട്ടോ ഇടുന്നത് ആദ്യം. സന്തോഷായോ? അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ നമ്മുടെ അത്ത റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് ഇട്ടൊരു അത്താട്ടോ. അതിനുണ്ട് മോളിക്കൂട്ടാ, സൂപ്പർ അത്താണോ, പെട്ടെന്ന് ഇട്ട അത്താട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അത്തം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ആദ്യമായിട്ട് അത്തം കാണിക്കട്ടെ. അത്തം നോക്കിയോ, അത്തപ്പൂ അത്തം. ഇതാണ് നമ്മളിട്ട് അത്തം. കണ്ടോ, പെട്ടെന്ന് തീർച്ച അത്താണ് കേട്ടോ. ഹലോ, ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല, പൂവുള്ളതിനനുസരിച്ചിട്ട് അത്താണ് കേട്ടോ. നടുക്കൊരു റോസാപ്പൂ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായ റോസാപ്പൂവ്. അപ്പൊ കൂടെ ഇതിനകത്ത് കുറെ പൂവൊക്കെ നമുക്ക് ഇന്നലെ കുറെ ഫ്രീ ആക്കി കിട്ടിയതാ കേട്ടോ. മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയപ്പോ അല്ലേ, മുളിക്കൂടെ റോസാപ്പൂവാണ് നടുക്കിരിക്കുന്നത്. പച്ചക്കളറിയിരിക്കുന്ന മുരിങ്ങാച്ചപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടോ, ഈ സൈഡിൽ മുരിങ്ങാച്ചപ്പ് ഉണ്ട്. അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തു എന്നിട്ട് നടുക്കിട്ട് പച്ച കളർ കാണുന്നത്. ഡൂഡു ആട്ടോ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തേ. ഡൂഡു ആണ് എന്റെ പൊന്നെ. അത്തപ്പൂക്കളിടാൻ മടുത്തുപോയി പാവം. അപ്പൊ കൂട്ടുകാരെ, തിരുവോണത്തിന് നമ്മുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ സ്കൈ ബേബിന്റെ ഫാൻസ് എന്ന് പറഞ്ഞു കേട്ടോ. വന്ന പേര് പറഞ്ഞു അരുണിമ, അശ്വിൻ, അശ്വിൻ, ശ്രീനിവാസ്, ശ്രീശാന്ത് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. ഞാൻ ശ്രീശാന്തിന് ആദ്യമായിട്ടാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മള് തിരുവോണത്തിന് വന്നതാട്ടോ. ഇവര് എന്താ കൊറേ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൂരല്ല വീട്, ഇവരുടെ വീട് കണ്ണൂരാണ്. ഇവിടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തേക്ക് വന്നതാട്ടോ. ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മുടെ വീട് കണ്ടിട്ട് കേറിയതാട്ടോ. എല്ലാവരും ഇരിക്കട്ടോ. അപ്പൊ നമുക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. മമ്മി ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, നോക്കാം. മമ്മി എന്താ സ്പെഷ്യൽ കൊടുക്കുന്നേ? തിരുവോണത്തിന് മോരും വെള്ളം. പിച്ചയും ഡൂഡും കൂടി ടൗണിൽ പോയേക്കാണ്. അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മമ്മി നല്ല നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മോരും എല്ലാ കാന്താരിയും കരിവേപ്പില എല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. നല്ല തണുത്ത സംഭാരം കൊടുക്കാം കേട്ടോ. അപ്പൊ മമ്മി സംഭാരം കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും സ്കൈ ബേബിനടുത്ത്, സ്കൈ ബേബിക്കാണെങ്കിൽ എല്ലാവരും കിട്ടേണ്ട സന്തോഷത്തിലാട്ടോ. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഡൂഡു എന്താ പറയുന്നതെന്ന് നോക്കാം. ഇതാരാ ഡൂഡു കുഞ്ഞിപ്പെണ്ണ വന്ന പോലെ ഓടിയിട്ടോ ചെറുക്കൻ. ഇതെന്താടാ? അതാ എടാ, ഞാനിടോ കുഞ്ഞിപ്പെണ്ണിനടുത്തേ. നാളായേ ഇച്ച കണ്ടു കേട്ടോ. ഇച്ച എന്റെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ കൂട്ടുകാരാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം വന്ന് അപ്പൊ അങ്ങനെ നമ്മുടെ കുറച്ച് കൂട്ടുകാർ അവിടെ നിന്നൊക്കെ വന്ന് ഓണത്തിന് നമ്മളെ കണ്ടു. അപ്പൊ ഓണത്തിന്റെ സന്തോഷമായിട്ട് വന്ന്, അതെ, ഓണത്തിന് മാവേലി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും അടിപൊളിയായി. ഞാനും ഡൂഡും ടൗണിൽ പോയത്. ടൗണിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇവര് കാണുന്നത്. എന്തായാലും സെറ്റായി, അടിപൊളി, ഹാപ്പി ഓൺ. എന്തോ നീ ഹലോ കൂട്ടുകാരോട് പറയുന്നുണ്ടോ എന്തേലും? പറയുന്നുണ്ടോ എന്തേലും? പറയടാ. ഡൂഡു ആണെ മൊത്തം കച്ചറ കേട്ടോ. ഡൂഡു ആരും മിണ്ടുന്നൊന്നുമില്ല. ഇവര് വന്നിട്ടാണ് ഇവരോടും ഭയങ്കര നാണം ചെക്കനെ കണ്ടോ. വലിയ ഡിമാൻഡ്, ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് കേട്ടോ. സ്കൈനെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോഴേക്കും ചെക്കൻ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇളകി കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളിയായി. അപ്പൊ എല്ലാവർക്കും അപ്പൊ അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ അപ്പന്റെ അടുത്ത് കൊടുത്തിട്ട് ദേ അവര് പോകും കേട്ടോ. കൊറേ കാറ്റെടുത്തുണ്ടല്ലോ. അപ്പൊ അടിപൊളി. അപ്പൊ ഹാപ്പി ഓണം. അങ്ങനെ കൂട്ടുകാരൊക്കെ വന്ന് അടിപൊളിയായിട്ടോ. എല്ലാരും വന്നു, അവർക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി. അടിപൊളി. ഇതാണ് അത്തപ്പൂക്കൾ. ഇനി ഇതിന്റെ മുന്നേ നിന്നിട്ട് കുറച്ച് ഷോ ഒക്കെ ഉണ്ട്. ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുഞ്ഞാച്ചിന്റെ പ്രധാനപ്പെട്ട പായസം ഉണ്ടാക്കാണ് കേട്ടോ. എന്ത് പായസ?
പാലട പ്രഥമൻ അതൊന്നും അറിയത്തില്ല എനിക്കിന്ന്. അറിയില്ലാന്ന് മമ്മി പറയുന്ന പോലെ അതൊന്നും അറിയില്ല. എല്ലാവർക്കും ഇവിടെ സീക്രട്ട് ആണോ കൂട്ടുകാരെ? എല്ലാരും മേശപ്പുറത്ത് വരുമ്പോ കണ്ടാ മതി. അപ്പൊ നല്ല തണുത്ത മോരും വെള്ളം ഉണ്ട്, നമുക്ക് കുഞ്ഞേക്ക് കൊടുത്ത് തണുപ്പിക്കാം. ഈ കൈ വെച്ചിട്ട് വേണം ഇലകൾ വയ്ക്കാൻ പോകാൻ. അയ്യോ കാന്താരി ഞാൻ തന്നതല്ല, ഇതിലുണ്ടായിരുന്നതാ. ഞാൻ നിന്റെ കൊണ്ടിരുന്ന് തട്ടി. അയ്യോ അന്ന് അവര് കാന്താരി കടിച്ചോ? കുഞ്ഞാക്കി മുറിക്കും. അപ്പൊ കൂട്ടുകാരെ ഇതാണ് നല്ല മോരുമേള എനിക്ക് ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുടിക്കുന്നുണ്ട്. ആ സുസി കുടിച്ചിട്ട് സുസി നല്ല എരിവുണ്ട് കേട്ടോ. പഞ്ചസാര എടുത്ത് വാരി പോയി തിന്നാറേ. പൊന്നു സുസിക്ക് എന്നാലും ഇവിടുത്തെ കാന്താരി അടിച്ചു കൊടുത്തതാണ്. നല്ല കാന്താരി ചതച്ചിട്ട് കാന്താരി ചതച്ചിട്ട് അത് തന്നെ സുസിക്ക് കിട്ടുകയാണ്. നാക്കും കൊണ്ട് നാക്കും പൊള്ളിട്ട് ഇരിക്കാൻ വയ്യ കേട്ടോ. എല്ലാരും പറയുന്നത് എന്തായിരുന്നു പറയുന്നത്? എന്ത് പോരായിരുന്നു പറയുന്നത്? ഞാനാ നാത്തൂരും പോരെടുക്കുന്നത്. നാത്തൂര് പോരുന്നല്ലോ. അപ്പൊ കൂട്ടുകാരെ ഇവിടെ മോളിക്കൂട്ട പൊരിഞ്ഞ പണി കേട്ടോ. 10 ഇല തോരൻ, അതായത് 10 കൂട്ട ഇലകൾ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാവും കേട്ടോ ഓണത്തിന്. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ മോളിക്കൂട്ടൻ അതിന്റെ പരിപാടിയിലാണ് കേട്ടോ. മോളിക്കൂട്ടൻ എന്തൊക്കെയല്ലേ മോളിക്കൂട്ടൻ? ഇത് കറിവേപ്പില പോലത്തെ ഇതൊക്കെ കേട്ടോ. എന്താ ഇത് മത്തന്റെ ഇല, ഇത് മുക്കാപ്പീര. മുക്കാപ്പീരയോ? ആ ഞൊട്ടാഞ്ഞൊടിയൻ, ഞൊട്ടാഞ്ഞൊടിയനും പിന്നെ കാന്താരിപ്പഴം, ചീനീന്റെ ഇല, കോവലിന്റെ ഇല, കുമ്പളത്തിന്റെ ഇല, കുമ്പളം, മത്തന്റെ ഇല, മത്തൻ, പയറിന്റെ ഇല, പയറിന്റെ ഇല, കാന്താരിന്റെ ഇല, നമ്മള് സാധാ കാന്താരിന്റെ ഇല. ഇത് ചൊറിയണ്ണൻ. ചൊറിയണ്ണനോ? ചൊറിയണ്ണൻ എടുത്ത് ഇതിനെന്നാ പറയണേ? ഇത് ഇങ്ങനെ ഒരു മരുന്നാ ഇത് നമ്മൾ തേക്കുന്ന. ഇതിനെന്തോ ഒരു പേര് പറയുന്നുണ്ട്, അത് പേര് മറന്നുപോയല്ലോ. എന്തായിരിക്കും പേര്? ഇതിന്റെ പേരെന്ന് പറഞ്ഞു പൊന്നു. ഇത് കീഴാർനെല്ലി. കീഴാർനെല്ലിയോ? ഇത് ഒരു ചീരയാണ്. ഇത് മുരിങ്ങയില. അപ്പൊ എത്ര കൂട്ടായി? ഞാൻ പറയാം. 1 2 3 4 5 6 7 8 9 10 11 12. കേട്ടോ. അപ്പൊ പലയില തോരനാട്ടോ മോളിക്കൂടന്റെ വക. ഞാൻ പറയാം 2023 അല്ലടാ. അപ്പൊ 12 ഇല കഴിഞ്ഞിട്ടല്ലേ 13ാമത്തെ പാളിപ്പോയി എന്ത് വലിയ കാര്യം പറയാൻ പാളിപ്പോയി പറഞ്ഞ കണക്കൂട്ടൽ വെച്ചിപ്പോയി. 13 ഉണ്ട് കേട്ടോ. ചേമ്പിന്റെ ഇല ഉണ്ടല്ലേ? ഇത് പാഷൻ ഫ്രൂട്ടിന്റെ അല്ല. നോക്ക്, പാഷൻ ഫ്രൂട്ടിന്റെ അല്ല. ഇത് കൊറേ ഉണ്ടല്ലോ. അപ്പൊ ഉണ്ടോ ഇതൊക്കെ? കൊറേ കൂട്ടെ ചൊറിയണ്ണന്റെ ഇലൊക്കെ ഇട്ട് മുകളിൽ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പർ സാധനം. അവിടെ ഇപ്പൊ പണി മൊത്തം തകൃതി നടക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ പായസം കണ്ടാൽ ദളദളാന്ന് തിളയ്ക്കുന്ന പായസം. പാലട പ്രഥമനാട്ടോ കൂട്ടുകാരെ. കണ്ടോ, പാലട പ്രഥമൻ. നമ്മുടെ കെലസണ്ണം പ്രാവശ്യം പാലട പ്രഥമൻ ഉണ്ടാക്കുമായിരുന്നു അവിടെ. ഇത് ഹെൽസമ്മന്റെ പാലട പ്രഥമനല്ല, സുസ്മിന്റെ പാലട. കണ്ടോ, സുസി പിടിച്ചില്ല കേട്ടോ കെലസണ്ണം ഉണ്ടാക്കുന്ന പാലട പ്രഥമൻ. സുസിയല്ലേ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. ഹെലസിന്റെ പായസം ഇത് എന്റെ പായസം. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഊണാണ് കേട്ടോ, ഓണത്തിന്റെ ഊണ്. ഓണസദ്യ കേട്ടോ. അപ്പൊ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. എത്ര കൂടൻ കറിയാന്ന് കാണിച്ചു തരാവേ. അപ്പൊ എല്ലാം മമ്മിയും കുഞ്ഞച്ചും കൂടിയാണ് ഉണ്ടാക്കിയത്. കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കൂട്ടം കറികളാണ്. 23 കൂട്ടം കറികളാണ് കേട്ടോ. ഇത് മൊത്തം എന്തൊക്കെയൊക്കെയോ ഉണ്ട് അല്ലെ കൂട്ടാ? ചിപ്സ്, ചക്ക വറുത്തത്, പൊരി പൊരിക്കണ്ടേ? അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നാണ്ടി ഉറക്കൊക്കെ എണീച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അയ്യാ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ആദ്യമായിട്ട് നമ്മള് ഒരു പറ്റി ചോറ് കൊടുക്കും കേട്ടോ. ശരിക്കും അങ്ങനെ കൊടുക്കേണ്ടതാണ്. മാമോയിസ് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നതൊക്കെയാണ് കേട്ടോ ഒരു പറ്റി ചോറ്. അപ്പൊ ഇത് നമ്മൾ ഓണത്തിനാണ് കുഞ്ഞിപ്പെണ്ണിന് ഇത് ഈ ഒരു പറ്റി ചോറ് എടുത്ത് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കും. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ ആദ്യമായിട്ട് ചോറ് കൊടുക്കുകയാണ്. തിരുവോണത്തിന്റെ അന്നാട്ടോ ചോറ്. പറ്റി ചോറ് ഇങ്ങനെ അപ്പൊ നാളെ കൊടുക്കും കേട്ടോ. അമ്മ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തിരുവോണത്തിന് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. കണ്ടോ? അപ്പൊ തിരുവോണത്തിന് കുഞ്ഞിപ്പെണ്ണിന് ചോറ്. കണ്ടോ? തിരുവോണത്തിന് കുഞ്ഞിപ്പെണ്ണിന് ചോറ്
അങ്ങനെ അപ്പ കൊടുക്കുകയാണ്. എന്റെ ദൈവമേ. അപ്പൊ ഞാൻ പൊന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല പോലെ പീച്ച് പീച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് നല്ല നൈസ് ആക്കിട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടിച്ചു കൊടുത്താൽ മതി നാക്കില്, അല്ലാണ്ട് കഴിക്കാൻ വേണ്ടി ഭാഗത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പൊ 23 കൂട്ടല്ല 20 കൂട്ടം കറി ആയിട്ടുള്ളത്. അപ്പൊ 20 കൂട്ടം കറി കൂട്ടിയാണ് കുഞ്ഞിപ്പണ്ട് ആദ്യമായിട്ട്. അങ്ങനെ നോക്കിയേ, അങ്ങനെ ആദ്യമായിട്ട് ചോറുണ്ട്. അങ്ങനെ അപ്പൊ കുഞ്ഞിപ്പണ്ട് നാടെ ഫുഡൊക്കെ അടിച്ചാൽ സെറ്റ് ആയി കിടക്കും കേട്ടോ. കണ്ടോ മമ്മി ഇന്നിരിക്കും. അപ്പൊ എല്ലാരും ഫുഡ് അടി തുടങ്ങി. ഇപ്പൊ ഞാൻ തുടങ്ങി. എന്റെ ചോറ് കണ്ടോ? ഞാനാട്ടോ ഡൂളിനെ എഴുത്തിലിരുത്തിയത് ഞാൻ. അല്ല എഴുത്തിലിരുത്തിയത് തിരുവോണത്തിനല്ല, തിരുവോണത്തിന് ചോറ് കൊടുത്തത്. ഡൂളിന് തിരുവോണത്തിനാണ് ചോറ് കൊടുത്തത്, കുഞ്ഞിപ്പെണ്ണിന് തിരുവോണത്തിനാട്ടോ. അപ്പൊ കഴിക്കുന്നതിന്റെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ? ഡൂഡുവിനും എന്താ നോക്ക്, ചോറ് കൊടുത്തില്ലായിരുന്നു. ഇത് കറി, ഇത് കറി മാത്രം കൂട്ടുമ്പോഴേക്കും വയറ് അറിയൂട്ടോ. അത്രമാത്രം കറികളുണ്ട്. ഒന്നും പറയുന്നില്ലല്ലോ. അത് പറയാൻ പോലും ഗ്യാപ്പ് കൊടുക്കുന്ന കേട്ടോ. അപ്പൊ ഞാനിതിൽ ഒരു കാര്യത്തിനും കൂടിയിട്ടില്ല, ഇച്ചയും കൂടിയിട്ടില്ല, ഒരു കാര്യത്തിനും കൂടിയിട്ടില്ല. രണ്ടെണ്ണത്തിന് എടുത്തു വെക്കാൻ നേരത്ത് വിളിച്ചുണ്ടല്ലോ. അതെ, പിന്നെ ഉറങ്ങുമായിരുന്നു, അപ്പോഴും എനിക്ക് പോവാൻ പറ്റിയില്ല. അപ്പൊ ഇളക്കി ഞാനും മോളും ശുശി ഞാൻ പോകുന്നവരെ കൂടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് രാവിലെ 5 മണിക്ക് മമ്മിന്റെ മുഖം മാമിന് മോഹം കണ്ടോ? 29 വർഷം ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാ കറിയും ഞാൻ കൂട്ടിയിട്ട് അപ്പൊ പൊന്നു എല്ലാ കറിയും കൂടെ കൂട്ടി മിക്സ് ആക്കിട്ടോ ഒരു ഉരുള ചോറിന് ആദ്യം കഴിക്കുന്നേ. എന്താ എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ അടിപൊളിയോട് കൂടെ ഇനിയിപ്പോ നോക്കിയിരുന്ന എന്റെ സമയം പോകുമ്പോ ഞാൻ കഴിക്കട്ടെ. അപ്പൊ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ കൂട്ടുകാരെ നാടെ ലാസ്റ്റത്തെ പിടിയാട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? ഞാൻ കുഞ്ഞിപ്പണി ഇരിക്കുന്നുണ്ടല്ലോ. ഡൂഡ് അവിടെ ഫുഡ് കഴിച്ചായിട്ട് കുഞ്ഞിപ്പണി കളിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. ചെക്ക ഫുഡ് കഴിച്ചിട്ട് കിക്കായി പോയിട്ടോ. അപ്പൊ പപ്പ കഴിച്ചു കഴിഞ്ഞു, എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്തായാലും അടിപൊളിയായിട്ടോ ഫുഡ് കേട്ടോ. കൊറേ കൂട്ടം കറി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും കുറെ കൂട്ടിയിട്ട് കഴിക്കുന്ന കുറെ നാൾക്ക് ശേഷം കേട്ടോ. അപ്പൊ ഇതിൽ അടിപൊളിയായിരുന്നു. പായസമൊക്കെ എല്ലാം അടിപൊളി. കിടിലൻ പായസം, കിണ്ണം കാച്ചി. അപ്പൊ കൂട്ടുകാരി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഇപ്പൊ ഫോട്ടോഷൂട്ടിന് തിരക്കിലാട്ടോ. നമ്മൾ ഇന്നത്തെ ഷോർട്സ് ഇല്ലേ, ആ ഷോർട്സിന്റെ എന്താണ് ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ പറയാട്ടോ. വേണേൽ ഇത് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ നെയ്ബേഴ്സ് ആട്ടോ ഇവര്. കണ്ടോ, ജയ് ചേച്ചി, മുത്ത്, മാഷ്. ഇവര് നമുക്ക് അല്ല മുത്തല്ല നന്ദകിഷോർ നാട്ടോ, അങ്ങനെ വേണം വിളിക്കാന്. അപ്പൊ ഇവര് നമ്മുടെ നെയ്ബേഴ്സ് ആണ്. പണ്ടത്തെ ഓണത്തിനൊക്കെ നമ്മള് അവിടെ പോയിട്ട് അപ്പ് കിടുമായിരുന്നു കേട്ടോ. പണ്ടത്തെ മീൻസ് നമ്മള് ഞാൻ കുഞ്ഞിച്ചൊക്കെ കുഞ്ഞിതായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് അപ്പ് ഇടുകയായിരുന്നു കേട്ടോ. പക്ഷെ കണ്ടോ ഇവിടെ ഇരിക്കുന്ന മുരളി മാഷാണ് കേട്ടോ. സൂക്ഷിച്ച് കമന്റ്സ് ഒന്നും എഴുതും കേട്ടോ. ഇത് ടീച്ചറാണ് കേട്ടോ. നോ കമന്റ്സ് പ്ലീസ്. നമ്മുടെ ചാനലിലെ ഒരു വലിയ സപ്പോർട്ടർ കൂടിയാണ്, നമ്മുടെ ഫാമിലിയിലെ മെമ്പറും കൂടിയാണ് കേട്ടോ. ഓക്കെ പെൺമണിയില്. അതെ അതെ. അപ്പൊ ഇന്ന് ഒരുപാട് ആൾക്കാർ വന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനകത്ത് കുറച്ച് ആൾക്കാർ അവർ വന്നായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. ഓണത്തിന്റെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇവിടെ മൊത്തം സീന് ഡൂഡുമാണ്. രാത്രി ആയപ്പോഴാണ് ഇത് എവിടെ കണ്ടുപിടിച്ചേ? ചെക്കന് പൂവിന്റെ ഒക്കെ മണം അടിച്ചിട്ട് കിക്കായി പോയി തോന്നു കേട്ടോ. പോയായിരുന്നോ? ജാതിക്കയുടെ കുരു വെച്ചിട്ടാട്ടോ ഡോഡ് കിടന്ന് കളിക്കുന്നേ. ഇത് ആരും കാണാതെ പുറത്തിറങ്ങിയിട്ടാട്ടോ ഈ പൂക്കൾ വെച്ചിട്ട് മൊത്തം വാരി എറിയായിരുന്നു കേട്ടോ. പട്ടീനെ അഴിച്ചു വിട്ടു ചെക്കൻ, 2 പട്ടീനെ തന്നെ പോയിട്ട്. ബക്കാടി, ചാർലി, അതാ വരുന്നുണ്ട്. ഓടിപ്പാടാ വീട്ടില്, ഓടാ കൂട്ടി പോ. ചാർലി ഓടി പോകൊണ്ട് പറന്ന് പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതാ ചെക്കൻ ഇറങ്ങി. ബക്കാടി
ആ ബക്കാടി വരുന്നുണ്ട്. ഓടാ കൂടി പോയി കയറാ. കണ്ടോ ഇവരിങ്ങനെയാട്ടോ. അതാ പോട്ടെ